ജിയാനി ഇൻഫാന്റിനോയുടെ നാളുകൾ എണ്ണപ്പെട്ടു. ലോകകപ്പിനെ കച്ചവടവൽക്കരിക്കാനുള്ള ഫിഫ പ്രസിഡന്റിന്റെ നടപടികൾക്കെതിരെ യുഎഫ അടക്കം വൻകരകളിലെ ഫുട്ബോൾ ബോർഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് രംഗത്ത് വന്നത്. ഇതോടെ ഫിഫ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ ഇൻഫാന്റിനോയുടെ തൊപ്പി ധരിക്കുന്ന മട്ടാണ്. മുമ്പ് പിന്തുണച്ച പല അസോസിയേഷനുകളും പ്രസിഡന്റിനെതിരെ തിരിഞ്ഞു. വെയിൽസ് ഫുട്ബോൾ അസോസിയേഷന് പിന്നാലെ ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷനും പിന്തുണ പിൻവലിച്ചു. 2027 മുതൽ 31 വരെയുള്ള കാലയളവിലേക്കുള്ള പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാണ്ടിരിക്കെയാണ് അസോസിയേഷനുകൾ ഓരോന്നായി ഇൻഫാന്റിനോക്കുള്ള പിന്തുണ പിൻവലിച്ചു തുടങ്ങിയത്. നേരത്തെ കച്ചവട നീക്കം പാളിയതോടെ ഡൊണാൾഡ് ട്രംപും ഇൻഫാന്റിനോയെ കൈവിട്ടു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അമേരിക്കൻ വ്യവസായി ജോഷുവ കുഷ്നറുടെ ന്യൂയോർക്ക് ആസ്ഥാനമായ കമ്പനിയാണ് ഫിഫ ഫോർവേഡ് എന്റർപ്രൈസിലെ പ്രധാന നിക്ഷേപകരായി ഉണ്ടായിരുന്നത്. ഇയാൾ ട്രംപിന്റെ മരുമകന്റെ സഹോദരനാണ്. ഈ നീക്കവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ ഫിഫയുടെ മുഴുവൻ ടൂർണമെന്റുകളും ബഹിഷ്കരിക്കുമെന്ന് യുഎഫ ഭീഷണി മുഴക്കി. യൂറോപ്പ് ഇല്ലാത്ത ഒരു ലോകകപ്പിനെ കുറിച്ച് ഫുട്ബോൾ ആരാധകർക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ലായിരുന്നു. ഇതോടെ ഫിഫക്ക് തങ്ങളുടെ ബിസിനസ് പ്ലാനുകളെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതിനു പുറകെ ഡൊണാൾഡ് ട്രംപിനെ ബന്ധപ്പെടാൻ ഇൻഫാന്റിനോ നിരന്തരം ശ്രമം നടത്തിയിട്ടും നടന്നില്ല എന്ന് ന്യൂയോർക്ക് പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. ഇൻഫാന്റിനോക്ക് തന്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അസോസിയേഷനുകളെ ബന്ധപ്പെട്ട് പിന്തുണയുറപ്പിക്കുന്ന തിരക്കിലാണ് അയാൾ. അതിനിടെയാണ് ജോർദാൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഇൻഫാന്റിനോക്കെതിരെ ഒരു ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. പ്രസിഡന്റ് ഇലക്ഷനിൽ തന്നെ പിന്തുണച്ചില്ലെങ്കിൽ ഫെഡറേഷനുള്ള സാമ്പത്തിക സഹായം തടഞ്ഞുവെക്കുമെന്ന് ഇൻഫാന്റിനോ ഭീഷണിപ്പെടുത്തിയെന്ന് പ്രിൻസ് അലി ബിൻ അൽ ഹുസൈൻ ആരോപിച്ചു. 2016 ഇൻഫാന്റിനോക്കെതിരെ ഫിഫ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് 3ാം സ്ഥാനത്തെത്തിയ പ്രിൻസ് അലി ഫിഫ ഭരണസമിതിക്കെതിരെയും വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന അറബ് കപ്പിൽ പങ്കെടുത്ത ജോർദാനിലെ താരങ്ങൾക്ക് ഇതുവരെ പ്രതിഫലം ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺകക്കാഫ് പ്രസിഡന്റും ഫിഫ വൈസ് പ്രസിഡന്റുമായ വിക്ടർ മോണ്ടഗ്ലിയാനിയാണ് ഇൻഫാന്റിനോക്കെതിരെ മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരിൽ ഒരാൾ. യുവേഫ പ്രസിഡന്റായ അലക്സാണ്ടർ സെഫറിൻ, നോർവീജിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ലെസെ ക്ലാവനസ്, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സംഘടനയായ കാഫിന്റെ തലവൻ പട്രീസ് മോട്സ്പേ തുടങ്ങിയവരൊക്കെ മത്സരരംഗത്തിറങ്ങാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരാണ്. 211 അസോസിയേഷനുകളാണ് ഫിഫയിലുള്ളത്. അതിൽ 200 പേരുടെയും പിന്തുണ നേരത്തെ ഇൻഫാന്റിനോ ഉറപ്പാക്കിയിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തത്. എന്നാൽ ലോകകപ്പിൽ സ്വകാര്യ നിക്ഷേപം എന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നതോടെ ഇൻഫാന്റിനോക്കുള്ള പിന്തുണ കുത്തനെ ഇടിഞ്ഞു. യുഎഫ, ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ, കോൺകക്കാഫ് തുടങ്ങിയവരൊക്കെ പദ്ധതിയെ നഖശികാന്തം എതിർത്തു. ഇതോടെ ഇൻഫാന്റിനോയ്ക്കും ട്രംപിനും യൂ ടേൺ അടിക്കേണ്ടി വന്നു. ലോകകപ്പ് ഉൾപ്പെടെ ഫിഫ നടത്തുന്ന ടൂർണമെന്റുകളുടെ വാണിജ്യാവകാശങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഫിഫ ഫോർവേഡ് എന്റർപ്രൈസസ് എന്ന പേരിൽ $20 ബില്യൺ ഒരു പുതിയ കമ്പനി രൂപീകരിക്കാനായിരുന്നു ഫിഫയുടെ പദ്ധതി. $20 ബില്യൺ എന്നാൽ 1.6 ലക്ഷം കോടി രൂപ. ഫിഫയുടെ പ്രധാന ടൂർണമെന്റുകളുടെ വാണിജ്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. സ്പോൺസർഷിപ്പ്, ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങൾ, മാർക്കറ്റിംഗ് തുടങ്ങിയവയ്ക്ക് ഇതിന് കീഴിലായിരിക്കും വരിക എന്ന് ഫിഫ വ്യക്തമാക്കി. ഈ കമ്പനിയുടെ 20% ഓഹരി സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനായിരുന്നു പദ്ധതി. ഈ ഓഹരി വിൽപ്പനയിലൂടെ ഏകദേശം $4.2 ബില്യൺ സമാഹരിക്കാനാണ് ഫിഫ ലക്ഷ്യമിട്ടത്. ഇതിലൂടെ അംഗരാജ്യങ്ങൾക്ക് കൂടുതൽ തുക നൽകാനാകുമെന്നായിരുന്നു ഫിഫയുടെ അവകാശവാദം. ഈ നീക്കത്തിനെതിരെ ആദ്യം രംഗത്ത് വന്നത് യുഎഫയാണ്. ലോകകപ്പിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റായി കാണാനാകില്ലെന്നാണ് യുഎഫ പ്രതികരിച്ചത്. പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ യൂറോപ്പിലെ 55 രാജ്യങ്ങൾ ഫിഫയുടെ മുഴുവൻ ടൂർണമെന്റുകളും ബഹിഷ്കരിക്കുമെന്ന് യുഎഫ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. ഒരു കൂടിയാലോചനയും ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചതെന്ന് പല അസോസിയേഷനുകളും പരാതി ഉന്നയിച്ചു. മുൻ ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാറ്ററും ഇൻഫാന്റിനോയുടെ പുതിയ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഏതെങ്കിലും ചില വ്യക്തികളുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ളതല്ല ഈ ടൂർണമെന്റ് എന്നും ജനങ്ങളുടേതാണിതെന്നും ബ്ലാറ്റർ പ്രതികരിക്കുന്നുണ്ട്. മാധ്യമങ്ങളിൽ വന്ന വാർത്ത വഴിയാണ് തങ്ങൾ ഈ കാര്യം അറിഞ്ഞതെന്നും ഒരു കൂടിയാലോചനയും നടത്തിയിട്ടില്ലെന്നും കോൺകക്കാഫ് വ്യക്തമാക്കി. ഇൻഫാന്റിനോയും ട്രംപും ചേർന്ന് നടത്തുന്ന കളികളിൽ സംശയമുന്നയിക്കുന്നവർ നേരത്തെ തന്നെയുണ്ട്. ലോകകപ്പിനിടെ അമേരിക്കൻ താരം ബലോഗന്റെ റെഡ് കാർഡ് പിൻവലിക്കാൻ താൻ ജിയാനി ഇൻഫാന്റിനോയെ നേരിട്ട് ബന്ധപ്പെട്ടുവെന്ന് ട്രംപ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. പിന്നീട് ബലോഗന്റെ റെഡ് കാർഡ് പിൻവലിക്കുന്നുമുണ്ട്. ടൂർണമെന്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. പിന്നീട് അത് രൂക്ഷമായി.